കുരുവംശത്തിന്റെ തുടക്കവും ഗംഗാപുത്രനായ ഭീഷ്മരുടെ ജനനവും ശപഥവുമാണ് മഹാഭാരതത്തിന്റെ കഴിഞ്ഞ ഭാഗത്തിൽ നാം കണ്ടത്. ശാന്തനു മഹാരാജാവും സത്യവതിയും വിവാഹിതരായ ശേഷമുള്ള സംഭവങ്ങൾ ഈ ഭാഗത്തിൽ നമുക്ക് കാണാം. മഹാഭാരതത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. വിവാഹിതരായ ശാന്തനുവും സത്യവതിയും ഹസ്തിനപുരത്ത് സന്തോഷകരമായി ജീവിക്കുവാൻ തുടങ്ങി. സന്തോഷം ഇരട്ടിയാക്കിക്കൊണ്ട് കുരുവംശ പരമ്പര അരക്കിട്ടുറപ്പിച്ച് 2 ആൺമക്കൾക്കും അവർ ജന്മം നൽകി. ചിത്രാംഗദനും വിചിത്രവീര്യനും. സമർത്ഥനായ പോരാളിയായി ചിത്രാംഗദൻ വളർന്നു. പോർക്കളത്തിൽ അർദ്ധസഹോദരൻ ഭീഷ്മർക്കൊപ്പം ചിത്രാംഗദനും കുരുവംശത്തിനായി യുദ്ധം ചെയ്തു. എന്നാൽ സന്തോഷകാലങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ചിത്രാംഗദൻ യുദ്ധഭൂമിയിൽ മരിച്ചു വീണു. വീണ്ടും ഒരു മകനെ കൂടി നഷ്ടമായത് വാർദ്ധക്യ സഹജമായ വൈഷമ്യങ്ങൾ വലട്ടിയിരുന്ന ശാന്തനു മഹാരാജാവിനെ കൂടുതൽ അവശനാക്കി. അധികം വൈകാതെ അദ്ദേഹവും മരണമടഞ്ഞു. കുരുവംശത്തിന്റെ രാജഭാരം ബാലനായിരുന്ന വിചിത്രവീര്യന് നൽകപ്പെട്ടു. തന്റെ ശപഥം മൂലം രാജസ്ഥാനം ഏറ്റെടുത്തില്ല എങ്കിലും ഭരണകാര്യങ്ങളിൽ വിചിത്രവീര്യനെ സഹായിക്കുവാനും വഴി നടത്തുവാനും ഭീഷ്മർ എപ്പോഴും ഉണ്ടായിരുന്നു. ബാലനായ തന്റെ അർദ്ധ സഹോദരന്റെ കൈകളിൽ രാജ്യം സുരക്ഷിതമായിരിക്കുവാൻ ഭീഷ്മർ പരിശ്രമിച്ചു. വിചിത്രവീര്യന് പ്രായപൂർത്തിയായ നാളുകളിൽ അമ്മ മഹാറാണി സത്യവതി ഭീഷ്മരെ കാണാനെത്തി. ഭീഷ്മരെ, വിചിത്രവീര്യൻ പ്രായമെത്തിയിരിക്കുന്നു. ഒരു മകന് ജന്മം നൽകാതെ ചിത്രാംഗദൻ പോയി. അങ്ങും വിവാഹം കഴിക്കുന്നില്ല. അനന്തരാവകാശിയെ നൽകാനാകാതെ വിചിത്രവീര്യന് എന്തെങ്കിലും സംഭവിച്ചാൽ കുരുവംശം അറ്റുപോകും. എത്രയും പെട്ടെന്ന് വിചിത്രവീര്യന് ഒരു ഭാര്യയെ കണ്ടെത്തണം. ഭീഷ്മരും സമ്മതിച്ചു. ഹസ്തിനപുരത്തിന്റെ യുവറാണിക്കായി അദ്ദേഹം അന്വേഷണം ആരംഭിച്ചു. അക്കാലത്താണ് കാശിയുടെ രാജാവ് തന്റെ 3 പെൺമക്കൾക്കായി സ്വയംവരം നടത്തുവാൻ നിശ്ചയിച്ചത്. സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവങ്ങളായിട്ടാണ് ഈ 3 പേരും അറിയപ്പെട്ടിരുന്നത്. ഇന്ദ്രസഭയിലെ അപ്സരസുകളെ തോൽപ്പിക്കുന്ന അഴകുള്ള അംബ, അംബിക, അംബാലിക. തേജസ്വിനികളായ ഈ കുമാരിമാരെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ക്ഷത്രിയ കുലജാതരായ രാജകുമാരന്മാരും ഉണ്ടായിരുന്നില്ല. ദേശത്തെ എല്ലാ പ്രമുഖ രാജകുടുംബങ്ങളിലേക്കും സ്വയംവരത്തിൽ പങ്കെടുക്കുവാനായി കാശി രാജാവ് ക്ഷണമയച്ചു. ഹസ്തിനപുരത്തിനൊഴികെ കുരുവംശത്തിനെ ഒഴിവാക്കിയത് കാശി രാജാവ് തന്നോട് ചെയ്ത വലിയ അപമാനമായാണ് ഭീഷ്മർ മനസ്സിലാക്കിയത്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന സ്വയംവരത്തിലേക്ക് മഹത്തായ കുരുവംശജരെ എങ്ങനെ ക്ഷണിക്കാതെയിരിക്കും? ഭീഷ്മർ കോപം പൂണ്ടു. സ്വയംവരത്തിന് ക്ഷണിക്കാതെയും പോകാമല്ലോ. സ്വയംവര പന്തലിൽ നിന്ന് സകലരെയും തോൽപ്പിച്ച് രാജകുമാരിയെ സ്വന്തമാക്കി കൊണ്ടുപോകാം എന്നത് ക്ഷത്രിയ പാരമ്പര്യവും രാജകുമാരന്മാർക്ക് അനുവദനീയവുമായ രീതിയാണ്. കാശിയിൽ ചെന്ന് അംബ, അംബിക, അംബാലികമാരെ വിചിത്രവീര്യനു വേണ്ടി ഞാൻ സ്വന്തമാക്കും. ഭീഷ്മർ ഉറപ്പിച്ചു. അങ്ങനെ സ്വയംവരത്തിന്റെ നാൾ വന്നെത്തി. ദേശമെങ്ങുമുള്ള രാജകുമാരന്മാർ കാശിയിൽ അണിനിരന്നു. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ സ്വയംവര പന്തലിലേക്ക് പിതാവായ കാശി രാജാവിനെ അനുഗമിച്ച് കയ്യിൽ
വരണമാല്യം ഏന്തിക്കൊണ്ട് അതിസുന്ദരികളായ അംബ, അംബിക, അംബാലികമാർ നടന്നു കയറി. അവരുടെ സൗന്ദര്യത്തിലും കലാമഹിമയിലും ആഠ്യത്വത്തിലും ലോകം മതിമറന്നു. സ്വയംവരം തുടങ്ങുകയാണ് എന്ന ആഹ്വാനം കേൾക്കാൻ കാത്തുനിന്ന ആ ജനക്കൂട്ടത്തിന്റെ നടുവിലേക്ക് അതാ ഒരു രഥം. വാദ്യമേളങ്ങൾ അടങ്ങി. അവിടെ കുതിരക്കുളമ്പടിയുടെ ശബ്ദം മാത്രം. രഥം വന്നു നിന്നത് പന്തലിനു മുന്നിൽ. രഥത്തിൽ നിന്നിറങ്ങിയത് ഭീഷ്മർ. പ്രതികരിക്കാൻ സമയം ലഭിക്കും മുന്നേ മിന്നൽ വേഗത്തിൽ കാവൽ ഭടന്മാരെ നിഗ്രഹിച്ച് കാശി രാജകുമാരിമാരെ അപഹരിച്ച് ഭീഷ്മർ അവരെ തന്റെ രഥത്തിൽ ബന്ധിച്ചു. തടുക്കാനാവും മുന്നേ ശരവേഗത്തിൽ രഥം പന്തലിൽ നിന്ന് പുറത്തേക്ക് കുതിച്ചു. തങ്ങളുടെ രഥങ്ങളുമായി പിറകെ എത്തിയ കുമാരന്മാരെയെല്ലാം ഭീഷ്മരുടെ അസ്ത്രശരങ്ങൾ കീഴടക്കി. അജയ്യനായ ഭീഷ്മരെ വീണ്ടും പിന്തുടരുവാൻ ധൈര്യം കാണിച്ചത് സാൽവ രാജകുമാരൻ മാത്രമാണ്. കാശി നഗരത്തിന്റെ മതിലുകൾ കടന്നും സാൽവർ ഭീഷ്മരെ പിന്തുടർന്നു. വിജനമായ പ്രദേശത്തെത്തിയപ്പോൾ ഭീഷ്മർ തിരിഞ്ഞ് അസ്ത്രങ്ങൾ കൊണ്ട് സാൽവ രാജകുമാരന്റെ രഥത്തിന്റെ ചക്രങ്ങൾ തകർത്തു. നിസ്സഹായനായ സാൽവർക്ക് ഓടിയകലുന്ന ഭീഷ്മരുടെ രഥം നോക്കി നിൽക്കാനേ ആയുള്ളൂ. വിജയശ്രീ ലാളിതനായി ഉന്നത കുലജാതരായ അതിസുന്ദരിമാരായ 3 രാജകുമാരിമാരെ സത്യവതിയുടെ മുന്നിൽ ഭീഷ്മർ എത്തിച്ചു. ക്ഷത്രിയ രീതിയിൽ നേടിയെടുത്ത ഈ വിജയത്തിൽ ഹസ്തിനപുരം സന്തോഷിച്ചു. 3 പേരെയും ഭാര്യമാരായി സ്വീകരിക്കാൻ വിചിത്രവീര്യനും തയ്യാറായി. എന്നാൽ അംബ അതീവ ദുഃഖിതയായിരുന്നു. കണ്ണീരണിഞ്ഞ് അംബ ഭീഷ്മരുടെ അടുത്തെത്തി. മഹാനായ ഭീഷ്മരെ, കുരുവംശത്തിന്റെ പ്രൗഢിയും പാരമ്പര്യവും എനിക്കറിയാം. ക്ഷത്രിയ ദൗത്യത്തിന്റെ പ്രാധാന്യം അങ്ങേക്കുമറിയാം. അതുകൊണ്ട് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് വിചിത്രവീര്യനെ വിവാഹം ചെയ്യാനാകില്ല. എന്റെ ഹൃദയം ഞാൻ മറ്റൊരാൾക്ക് നൽകിക്കഴിഞ്ഞു. സാൽവ രാജകുമാരനെ ഞാൻ ഭർത്താവായി മനസ്സിൽ പ്രതിഷ്ഠിച്ചു. അദ്ദേഹത്തിന് വരണമാല്യം ചാർത്താൻ ഒരുങ്ങിയാണ് ഞാൻ ഇന്ന് സ്വയംവര പന്തലിൽ എത്തിയത്. മനസ്സിൽ മറ്റൊരാളെ പ്രണയിച്ചുകൊണ്ട് കുരുവംശ രാജാവിന്റെ താലി ചാർത്താൻ എനിക്കാവില്ല. സാൽവ രാജകുമാരന്റെ പക്കലേക്ക് പോകാൻ എന്നെ അനുവദിക്കണം. അംബ പറഞ്ഞവസാനിപ്പിച്ചു. കുറ്റബോധം കൊണ്ട് ഭീഷ്മരുടെ ഹൃദയം വിങ്ങി. സാൽവർ എന്തിനാണ് അത്രയും ദൂരം പിന്തുടർന്നത് എന്ന് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് അംബയെ സാൽവരുടെ അടുത്തെത്തിക്കാൻ ഭീഷ്മർ പരിചാരകരോട് കൽപ്പിച്ചു. കാവൽ ഭടന്മാർക്കും പരിചാരകരായ ദാസിമാർക്കും ഒപ്പം രഥത്തിൽ അംബയെ സാൽവയുടെ അടുത്തേക്ക് യാത്രയാക്കി. പരിചാരക വൃന്ദത്തോടൊപ്പം രാജകീയമായി അംബ സാൽവയുടെ കൊട്ടാരത്തിലെത്തി. എന്നാൽ ഹൃദയഭേദകമായ കാര്യങ്ങളാണ് അംബയ്ക്ക് അവിടെ നേരിടേണ്ടി വന്നത്. സർവാഭരണ വിഭൂഷിതയായ അംബയെ കണ്ട് സാൽവ പറഞ്ഞു, നീ എന്തിനാണ് ഇവിടെ വന്നത്? ക്ഷത്രിയ നിയമം അനുസരിച്ച് നീ ഇപ്പോൾ ഭീഷ്മരുടെ സ്വന്തമാണ്. ഇനി നിന്നെ സ്വീകരിക്കുന്നത് എന്റെ കുലത്തിന്റെ പ്രൗഢിക്ക് ചേർന്നതല്ല. മടങ്ങുക, ഭീഷ്മരെ തന്നെ വിവാഹം ചെയ്യുക. എന്റെ നാട്ടിൽ നിനക്ക് ഇനി സ്ഥാനമില്ല. അപമാനിതയായി അംബ കാശിയിലേക്ക് തന്റെ പിതാവിന്റെ അടുത്തേക്ക് തന്നെ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ കാശിയുടെ വാതിലുകളും അവൾക്ക് നേരെ അടയ്ക്കപ്പെട്ടു. അംബേ, നീ ഇനി കാശിയുടെ അവകാശിയല്ല. കുരുവംശമാണ് നിന്റെ വംശം. അവിടേക്ക് തന്നെ മടങ്ങൂ. കാശി രാജാവും പറഞ്ഞു. അനാഥയായി അപമാനിതയായി അംബ
ഭീഷ്മരുടെ അടുത്ത് തിരികെ എത്തി. ആദ്യം സ്തബ്ധനായെങ്കിലും അനുജത്തിമാരായ അംബികയ്ക്കും അംബാലികയ്ക്കും ഒപ്പം വിചിത്രവീര്യൻ നിന്നെയും ഭാര്യയായി സ്വീകരിക്കുമെന്ന് ഭീഷ്മർ അവൾക്ക് വാക്കുകൊടുത്തു. എന്നാൽ അംബയുടെ വിധി അതികഠിനമായിരുന്നു. മറ്റൊരു പുരുഷനെ മനസ്സാൽ വരിച്ചവളെ ഭാര്യയായി സ്വീകരിക്കാനാകില്ല എന്ന് വിചിത്രവീര്യനും പറഞ്ഞു. നിരാശയും ദുഃഖവും പൂണ്ട് അംബ ഭീഷ്മരുടെ കാൽക്കൽ വീണു. അല്ലയോ ധർമ്മിഷ്ഠനായ ഭീഷ്മരെ, പിതാവിനും കുലത്തിനും വേണ്ടി മഹാത്യാഗങ്ങൾ ചെയ്തവനായ ഉത്തമ ക്ഷത്രിയനെ, അങ്ങാണ് കാശിയിൽ നിന്ന് എന്നെ അപഹരിച്ച് ഇവിടെ എത്തിച്ചത്. തിരികെ പോകാൻ ഇനി എനിക്ക് ഒരിടമില്ല. ക്ഷത്രിയ രീതി അനുസരിച്ച് അങ്ങാണ് എന്റെ ഭർത്താവ്. വിവാഹം ചെയ്ത് എന്നെ അങ്ങയുടെ പത്നിയാക്കുക അസാധ്യം. ദേവന്മാരെ സാക്ഷിയാക്കി ഞാൻ എടുത്ത ശപഥം എനിക്ക് പിൻവലിക്കാൻ ആകില്ല അമ്പേ. ഗംഗാപുത്രന് വാക്ക് ഒന്നേയുള്ളൂ. അമ്പയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണിൽ കോപാഗ്നി എരിഞ്ഞു. ഞാൻ ഇനി എന്തു ചെയ്യണം? എവിടേക്ക് പോകണം? അമ്പേ, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. നിന്നെ സഹായിക്കണം എന്നാണ് എന്റെയും ആഗ്രഹം. ക്ഷമിക്കുക. വേറെ ഒരു വഴിയും എന്റെ മുൻപിലില്ല. എന്നോട് ക്ഷമിക്കുക. കോപത്തിലും വേദനയിലും കലങ്ങി രക്തനിറമാണ്ട അംബയുടെ മനോഹരമായ കണ്ണുകൾ ഭീഷ്മരെ ഉറ്റുനോക്കി. സംഹാര രൂപം പൂണ്ട ദേവീ സ്വരൂപം പോലെ അവൾ അലറി, കുരുപുത്രനായ ഭീഷ്മരെ, നീ എന്നോട് ചെയ്ത ഈ ക്രൂരതയ്ക്ക് കാലം നിനക്ക് മാപ്പ് തരില്ല. ഞാൻ നിനക്ക് മാപ്പ് തരില്ല. എന്റെ ജീവിതം നശിപ്പിച്ച നിന്റെ ജീവൻ ഞാൻ അവസാനിപ്പിക്കും. ഇല്ല അമ്പേ, എന്നെ വധിക്കുവാൻ ആർക്കും സാധിക്കില്ല. ഞാൻ അനുവാദം നൽകും വരെ സൗമ്യസ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇല്ല, അംബ പ്രതിവചിച്ചു. അവളുടെ ശബ്ദം ഹസ്തിനപുരം മുഴുവൻ പ്രതിധ്വനിച്ചു. ഞാൻ നിന്നെ വധിക്കും. നിന്നെ വധിക്കാൻ ഞാൻ ഒരു വഴി കണ്ടെത്തും. കരുതിയിരിക്കുക ഭീഷ്മരെ. ഇനി നിന്നെ ഞാൻ കാണാനെത്തുന്നത് നിന്റെ മരണവും കൊണ്ടായിരിക്കും. കാത്തിരിക്കുക. ഇത് പറഞ്ഞ് അംബ തിരിഞ്ഞു നടന്നു. കൊട്ടാര വാതിലും കടന്ന് ദൂരേക്ക് പോയി മറഞ്ഞു.